പാലോമറ്റത്തെ സണ്ണി അമ്മാവൻ ആനപ്പുറത്ത് കയറിയ മരുമോന്റെ ആസനത്തിൽ തരമ്പ് കാണുകടാ. ഇവനെ എന്തിനാ അറസ്റ്റ് ചെയ്ത്? അവൻ പണം വെച്ച് ചീട്ട് കളിച്ചു, അറസ്റ്റ് ചെയ്തു. സാക്ഷികളുണ്ട് ഇവിടെ. അല്ലെങ്കിൽ തന്നെ ഇവനോട് ഇതൊക്കെ പറയുന്നതിനാ? ആണുങ്ങൾ തമ്മിൽ തല്ലി തീർക്കുന്നത് നേർക്ക് നേരെ എന്നാ. എന്റെ വീട്ടിലെ പട്ടിക്കെട്ട് തല്ലണേലും നിനക്കൊക്കെ ഇവന്മാരുടെ പിൻബലം വേണം. ഞാൻ ഇവനെ കൊണ്ടുപോകാൻ വന്ന. വിട്ടില്ലെങ്കിലോ? വിട്ടേ പറ്റൂ. ഞങ്ങൾ ലീഗലായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാ ഇതേ ലോക്കപ്പിൽ നീ വീണ്ടും വരും. എന്റെ ദേഹത്ത് കാക്കിയുണ്ടെങ്കിൽ അപ്പൊ കാണാം. അന്ന് നീ തല്ലിയ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ദരിദ്രവാസി സണ്ണിയല്ല ഞാൻ. ഇന്നെനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും നിനക്ക് സ്വപ്നം പോലും കാണാൻ പറ്റില്ല. അതുകൊണ്ട് കാണാം. മിണ്ടിപ്പോകരുത്, കൊന്നുകളഞ്ഞ ഞാൻ. അതിനും തയ്യാറായ ഞാൻ വന്നിരിക്കുന്നത്. ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, പൈലി പോലീസ് ലോക്കപ്പിൽ വെച്ച് ക്രൂരമായ മർദ്ദനത്തിനിരയായി എന്ന് തെളിയിക്കുന്ന ഡോക്ടറുടെ വിലയേറിയ ഒരു സർട്ടിഫിക്കറ്റ്. നീ അവന്റെ രോഗവിവരം ഇവിടുത്തെ രജിസ്റ്ററിൽ എങ്ങനെ എഴുതുമെന്ന് എനിക്കറിയാം. ബാത്റൂമിൽ വീണെന്നോ അല്ലെങ്കിൽ മറ്റേ ലോറി ഇടിച്ചെന്നോ കള്ളക്കഥ ചമയ്ക്കാനും കള്ള പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് കൊടുക്കാനും നീ സമർത്ഥനാണെന്ന് അന്ന് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അപ്പന്റെ കാര്യത്തിൽ തെളിയിച്ചത്. അതുകൊണ്ട് തന്നെയാണോ മറ്റൊരു ആശുപത്രിയിലും കൊണ്ടുപോകാതെ പൈലെ ഇവിടെ തന്നെ ഞാൻ കൊണ്ടുവന്നത്. എഴുത് എഴുത്. ഈ വൃത്തികെട്ട അക്ഷരത്തില് ഇനി കുറച്ചു നാൾ നീ കള്ള സർട്ടിഫിക്കറ്റ് എഴുതണ്ട. അതുകൊണ്ട് ഒരു പേരില് വക്കീൽ സാറേ, എന്ത് ഒഫൻസ് ആയാലും ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ച് CI ദാമോദരൻ നായരെ ഒരു ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യിക്കാൻ സാറിന് പറ്റുമോ? നമ്മൾ ഒന്നുകൂടി പ്രിപ്പയർഡ് ആയിട്ട് മൂവ് ചെയ്താൽ ഇനി ഒരിക്കലും അയാൾ സർവീസിലേക്ക് വരാത്തുള്ള ജഡ്ജ്മെന്റ് നമുക്ക് ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അവന്റെ തൊപ്പിയൊന്ന് ഊരി തന്നാൽ പിന്നെ ഒരിക്കലും അവൻ സർവീസിൽ വരാത്ത കാര്യം ഞാൻ ഏറ്റു. എന്ത് വില കൊടുത്തായാലും സാർ അവനെ ഒരു ദിവസത്തേക്ക് എനിക്ക് സസ്പെൻഡ് ചെയ്ത് തരണം. ശരി, ഓക്കെ ഓക്കെ. എണ്ണ നന്നായി താന്നിട്ടേ കുളിക്കാവൂ, തല തണുക്കണം. നിന്റെ കെട്ടിയോട് വ്യാക്കൂണ് തീർക്കാൻ എന്റെ മാപ്പിള എത്ര ലിറ്റർ പെട്രോളാ കത്തിച്ചെന്നറിയാമോ? അതെന്തിനാ ചേച്ചി? ഇന്നലെ പാതിരാത്രിക്ക് സാന്ദ്രയ്ക്ക് പച്ചമാങ്ങ തിന്നണമെന്ന് അമ്മച്ചി വിളിച്ചു പറഞ്ഞു. ഈ സീസണിൽ പച്ചമാങ്ങയ്ക്ക് എവിടെ പോവാനാ? പിന്നെ എന്റെ കെട്ടിയോൻ കട്ടപ്പനലോ കുമിളിലോ പോയി പൊന്നും വില കൊടുത്ത് വാങ്ങിയതാ ഇത്. അത് പോട്ടെ, എന്റെ ഏലിക്കുട്ടി ചേച്ചി, അമ്മച്ചി എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്താണെന്നോ? എനിക്ക് ടിന്റുമോളെ വയറ്റിലുണ്ടായിരുന്നപ്പോ തന്ന ഒരു ലേഹിയില്ലേ, എന്താടി അതിന്റെ പേര്? കർത്താവേ, അതോ? സാന്ദ്രേ, കഴിക്കല്ലേ, അതാലോചിക്കുമ്പോൾ എനിക്ക് ഛർദിക്കാൻ വരുവാ. നീ ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാവാ. പോണം. എന്നെ നിങ്ങളിപ്പോ ഭയക്കുന്നുണ്ടല്ലേ? ഹോസ്പിറ്റലിൽ പോണെന്ന് എന്ത് അവകാശത്തിലാ പറയുന്നത്? 2 മാസം കൂടെയല്ലേ ബാക്കിയുള്ളൂ. അതുവരെ ഒന്നിനും ഇതൊരു തടസ്സമാവില്ല. 7ാം മാസം വരെ സെക്ഷൽ റിലേഷന് പ്രഗ്നൻസി ഒരു പ്രശ്നമാവില്ല എന്ന് ഇവിടെ ഒരു മാഗസിനിൽ വായിച്ചു. ആദ്യ കുർബാന കൈകൊണ്ടിട്ടുള്ള സത്യക്രിസ്ത്യാനികള് ആഘോഷനെ കുറിച്ച് ചിന്തിക്കുന്ന പോലും മഹാപാവാ. ആ പിന്നെ അയ്യർ സാർ വിളിച്ചിരുന്നു. സണ്ണിച്ചൻ വന്ന് അങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞു. ഹലോ. ഞാനാ സണ്ണി. തന്നെ അത്യാവശ്യമായിട്ട് വിളിച്ചെന്ന് പറഞ്ഞു. സാർ മുഹമ്മദ് അലി. ഓ, മുഹമ്മദ് അലി. തനിക്കിത് മാത്രമേ പറയാനുള്ളൂ? അവൻ ജയിലിലായിരുന്നപ്പോ തന്നെ സാറിനെയും സാന്ദ്രയെയും തിരക്കി അവന്റെ ആൾക്കാർ ഇവിടെ ഒന്ന് കുഴപ്പമുണ്ടാക്കി. ഇനിയിപ്പോ മുഹമ്മദ് അലി ഒന്നുമില്ല. താൻ സാന്ദ്രയുടെ വീട് വരെ പോണം. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഉടനെ എന്നെ വിളിച്ചറിയിക്കണം.
ഓ ശരി സാർ. എന്താ എന്തു പറ്റി? ഇന്നലെ ഈവനിങ്ങിൽ കുറച്ച് ആൾക്കാർ ഇവിടെ വന്നു. ചേച്ചി എവിടെയും ചോദിച്ച് ബഹളം ഉണ്ടാക്കി. ആ മുഹമ്മദ് അലിയുടെ ആൾക്കാരും തോന്നുന്നു. ആ ഷോക്കിലാണ് അമ്മയ്ക്ക്. ഇത്ര സീരിയസ് ആയിട്ട് എന്തേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല? രാത്രിയിലെ ഇത്രയും കൂടുതലായത്. ആരും ഹെൽപ്പ് ചെയ്യാനില്ലാതെ ഞങ്ങൾ തനിച്ച് എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ആവശ്യമുണ്ടായാലും എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? ശരി, ഞാൻ ഹോസ്പിറ്റലിലേക്ക് വിളിക്കാം. അവളെവിടെ? അലീന എന്നെ ജയിലിലാക്കിയിട്ട് സാന്ദ്ര എന്ന് പറഞ്ഞ് അവന്റെ കൂടെ ഒളിച്ചോടി പോയില്ലേ? അത് ഞാൻ അറിഞ്ഞു. ഇപ്പൊ എനിക്ക് വേണ്ടത് അവളെയല്ല, അവളുടെ അനിയത്തി സുകന്യയെ. അവളെവിടെ? സുകന്യ മമ്മിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുക. ഏത് ഹോസ്പിറ്റൽ? അറിയില്ല. കണ്ടുപിടിച്ചോളാം. പാപ്പച്ചയ, സംഗതി സീരിയസാ. ഇപ്പൊ സസ്പെൻഷനാ. കേസ് ഇങ്ങനെ പോയാ എന്റെ തൊപ്പി തെറിക്കും. താൻ കിടന്ന് കഴിവേറാതെ. സസ്പെൻഷൻ അല്ലേ? ആ വകുപ്പ് മന്ത്രി ഡൽഹിയിൽ നിന്ന് വന്നോട്ടെ, നമുക്ക് ഊരാടോ. മന്ത്രിയുടെ ഒക്കെ കൈവിട്ടുപോയി അച്ചായോ. ഇനിയിപ്പോ ഒരു വഴിയേ ഉള്ളൂ. ആ പൈലെ നമുക്കൊന്ന് കയ്യിലെടുക്കാൻ പറ്റുമോ? അവന്റെ മൊഴി പോലിരിക്കും ഇനി എന്റെ കാര്യങ്ങൾ. പത്മനാഭന്റെ മുദ്രയുള്ള തൊപ്പി നിന്റെ തലയെ നൂരിക്കുന്ന ദിവസം നിന്നോട് കണക്ക് തീർക്കുമെന്ന് ഞാൻ പറഞ്ഞു ഓർമ്മേണ്ടണം. ഇപ്പൊ നിനക്ക് സസ്പെൻഷനാണ്. അടുത്തത് ഡിസ്മിസലാണ്. സർവീസിൽ നിന്നല്ല, ലോകത്ത് തന്നെ. ഓർത്തോ? മോളെവിടെ? പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം. തിരക്ക് പിടിച്ച് വരാൻ ശ്രമിക്കണ്ട. എത്ര ശ്രമിച്ചാലും ഫ്യൂണറൽ എത്താൻ കഴിയില്ലല്ലോ. 4 o'clock ഫ്യൂണറൽ ഫിക്സ് ചെയ്തിരിക്കുന്നത്. മരിക്കാൻ നേരവും മോളെ അന്വേഷിച്ചു. എന്താ? എനിക്കൊന്ന് പള്ളി പോണം. ഇപ്പൊ പോണ്ട. ഞാൻ ഉടനെ മടങ്ങി വരാം. വേണ്ട, പോണ്ടെന്ന് പറഞ്ഞാ പോണ്ട, അത്ര തന്നെ. എനിക്ക് പോണം, പോയേ പറ്റൂ. പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് നീ വലിയ പുണ്യാളത്തിൽ ഒന്നും ആവാൻ പോകുന്നില്ല. പള്ളിയിൽ പോണം. ഹലോ, സണ്ണി സാറല്ലേ? ഞാൻ അയ്യരാ. സാന്ദ്രയുടെ അമ്മ ഇന്ന് കാലത്ത് മരിച്ചു. സാന്ദ്ര പറഞ്ഞില്ലേ? ഇല്ല. ഞാൻ കുറച്ചു മുമ്പ് വിളിച്ച് പറഞ്ഞതാ. വൈകിട്ട് 4 o'clock ഫ്യൂണറൽ. വരാൻ ശ്രമിക്കേണ്ടെന്ന് ഞാൻ സാന്ദ്രയോട് പറഞ്ഞതാ. അവിടെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനും ഞാൻ പറഞ്ഞു. താനവിടെ ഉണ്ടാകണം.
അവർക്ക് പണത്തിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കൊടുത്തേക്കണം. മുഹമ്മദ് അലി വന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാ മമ്മയ്ക്ക് അസുഖം കൂടിയത്. സാന്ദ്രയെ കിട്ടിയില്ലെങ്കിൽ അവിടെ അനിയത്തെ കൊണ്ടുപോകുന്ന അവർ പറയുന്നത്. താൻ ഇപ്പൊ തന്നെ പോകണം. സുകന്യെ സേഫായ ഒരു സ്ഥലത്തേക്ക് മാറ്റ്. ഓ ഊണെടുത്ത് വെച്ചിട്ടുണ്ട്, തണുത്ത് കാണും. അമ്മച്ചി അടുത്ത വീട്ടിൽ ആരെയോ കാണാൻ പോയിരിക്കുക. അയ്യര് വിളിച്ചിരുന്നു. സോറി സാന്ദ്ര, ഞാനറിയാതെ മാപ്പ്, എല്ലാറ്റിനും മാപ്പ്. അയ്യോ, എന്താ ഇത്? മാപ്പ് പറയേണ്ടത് ഞാനല്ലേ? വെറും വാടകയ്ക്ക് വന്നൊരു പെണ്ണാണെന്ന് പലപ്പോഴും ഞാൻ മറക്കുന്നു. സണ്ണിച്ചനിടയ്ക്കൊക്കെ ഓർമ്മിപ്പിക്കാറുണ്ടെങ്കിലും. മരിച്ച അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയ സാന്ദ്ര ഞാൻ. സോറി. Sandra. Sandra, I'm sorry. ഞാൻ പോയിക്കോട്ടെ സർ. മരിക്കും മുമ്പ് എന്റെ മമ്മയൊന്ന് കാണാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്റെ അനിയത്തി, പപ്പ, അവരൊക്കെ എനിക്കൊന്ന് കാണണം. സാറിന് വേണ്ടാത്ത എന്റെ കുഞ്ഞിനെ ഞാനും വേണ്ടെന്ന് വെച്ചോളാം. എന്നെ പോകാൻ അനുവദിച്ചാ മതി. സന്ദ്ര, നീ എങ്ങും പോവില്ല. നിന്റെ വയറ്റി വളരുന്ന കുഞ്ഞ് പാലോ മറ്റത്തെ സണ്ണിച്ചന്റെ കുഞ്ഞായിട്ട് വളരും. മരിച്ചുപോയ അമ്മച്ചിക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. എന്താ ഈ നേരത്ത്? ഏയ്, ഒന്നുമില്ല. എന്തുണ്ടേ സാന്ദ്രേ, പറയൂ. എന്റെ വീട്ടിൽ ഒരു വിശേഷം ഉണ്ടായി. വിശേഷം എന്ന് പറഞ്ഞാൽ വലിയൊരു വിശേഷം. എന്റെ അമ്മ മരിച്ചു. 2 വർഷമായി അസുഖത്തിലായിരുന്നു. മിണ്ടാനും പറയാനും വയ്യാതെ കിടക്കയിൽ തന്നെ. പോകുന്നില്ലേ? ഇല്ല. സണ്ണിച്ചൻ വിടാഞ്ഞിട്ടോ? സാന്ദ്ര പോകുന്നില്ലെന്ന് തീരുമാനിച്ചിട്ടോ? ഞാൻ എത്ര തിരക്കിട്ട് പോയാലും അവിടെ ചെല്ലുമ്പോ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഒന്ന് പോകായിരുന്നു. കോൺട്രാക്റ്റിലെ നിബന്ധനയ്ക്കകത്ത് ഇടയ്ക്കുള്ള ഈ പോക്കുവരവ് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല അല്ലേ? സണ്ണിച്ചാൻ എല്ലാം എന്നോട് പറഞ്ഞു. 6 മാസം നാട്ടുകാരെയും അമ്മച്ചിയും കാണിക്കാനുള്ള ഈ അഭിനയം, പിന്നെ സിംഗപ്പൂരിൽ എത്തിയിട്ടുണ്ടാവും പോകുന്ന കാർ ആക്സിഡന്റ്, അങ്ങനെ എല്ലാം. അപ്പോ ഇതുവരെ എന്റെ ഫാമിലിയെ പറ്റിയും എന്നെ പറ്റിയും ഞാൻ പറഞ്ഞ കഥകളൊക്കെ മൂളി കേട്ടത് ഒരു തമാശ കഥ കേൾക്കുന്ന മൂഡിലായിരുന്നു അല്ലേ? ഞാൻ സാന്ദ്രയോട് പറഞ്ഞിരിക്കുന്നതും അഭിനയിക്കുന്നതുമെല്ലാം ഒരു തമാശ കഥയാവുമ്പോ അങ്ങനെ തോന്നാൻ പാടില്ലല്ലോ. സാന്ദ്ര ജീവിക്കാൻ വേണ്ടി ഒരു കള്ളക്കഥ പറയുമ്പോ ഞാൻ എന്റെ നിലനിൽപ്പിന് വേണ്ടി മറ്റൊരു കള്ളക്കഥ പറയുന്നു. നാൻസി എന്താ ഈ സമയത്ത്? കെയർ ഗ്രൂപ്പിന്റെ റിഹേഴ്സൽ വല്ലതും ഉണ്ടായിരുന്നു? മരിച്ച അമ്മച്ചിയെ കാണാനുള്ള മോഹം സാന്ദ്രയ്ക്ക് സാധിച്ചു കൊടുക്കാമായിരുന്നു. സാന്ദ്രയോട് ഞാൻ പൊയ്ക്കോളാൻ പറഞ്ഞതാ. അവളുടെ പപ്പ വിളിച്ച് പറഞ്ഞു വരണ്ടാന്ന്. സണ്ണിച്ച, സോറി, ഞാൻ ആ വാക്ക് തെറ്റിച്ചു. സണ്ണിച്ചൻ പറഞ്ഞ 6 മാസത്തെ കോൺട്രാക്ടിന്റെ കാര്യം ഞങ്ങൾ പരസ്പരം സംസാരിച്ചു പോയി.
വീട്ടിലാരും ഇല്ലേ? ഇല്ല. പോളച്ചനെന്ന് വരും? അറിയില്ല. പക്ഷേ സണ്ണിച്ച, പോളച്ചൻ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാ എന്താ ഉണ്ടാവും പോണെന്ന് ഓർത്തിട്ട് എനിക്ക്. ഓളച്ചൻ അറിയാണ്ട് നീ ഇത് എത്ര നാളിങ്ങനെ വിളിച്ചു വയ്ക്കും? ഇവൻ ഇങ്ങനെ നിന്റെ പിന്നാലെ കൂടിയിട്ട് നീ പറഞ്ഞില്ലെന്ന് വെച്ചാ? പോളച്ചൻ വരുമ്പോ അവന് മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞു കൊടുക്ക്. പറഞ്ഞു കൊടുത്താൽ പോരാ, അവന്റെ കണ്ണുകൊണ്ട് കാണണം. എന്നിട്ട് അവൻ അറിഞ്ഞില്ലെന്ന് അടിച്ചാ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടാക്കാം. അവരോടൊന്ന് എതിർത്ത് ജയിക്കാൻ എന്റെ പോളച്ചന് കഴിയില്ല. സണ്ണിച്ചാൻ അറിയില്ലേ, പോളച്ചൻ ഒരു പാവ. ഇതിന്റെ പേരിൽ പോളച്ചന്റെ ദേഹത്ത് ഒരു തുള്ളി മണ്ണൊരുത്തനും എടുത്തില്ല. ഞാനാ പറയുന്നത്. വാ. സാന്ദ്ര ചേച്ചി എന്തിയെ? സണ്ണിച്ചാനും സാന്ദ്ര ചേച്ചിയും കൂടി പുറത്തു പോയിരിക്കുക. എന്താ മോളെ വന്നേ? സാന്ദ്ര ചേച്ചി അൽഫോൻസമ്മയുടെ പടമുള്ള ലോക്കറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു. ഭരണങ്ങാനത്ത് പോയി വാങ്ങിച്ചോണ്ട് വരിക. പാലോ മറ്റത് വീടല്ലേ? അതെ. സണ്ണി ഇല്ലേ? ഇല്ല. സണ്ണിയെ അല്ല, അയാളുടെ ഭാര്യയാണ് കാണേണ്ടത്. അവര് രണ്ടുപേരും കൂടിയാ പോയത്. അവളെ കൊണ്ടുപോകാനാ ഞാൻ വന്നത്. സണ്ണി അയാളുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഇവിടെ പൊറുപ്പിച്ചിരിക്കുന്ന പെണ്ണ് സാന്ദ്ര, അവള് സണ്ണിയുടെ മാത്രം ഭാര്യയല്ല. കെട്ടുകണക്കിന് പണം കൊടുത്ത ഏതവന്റെ കൂടെയും ഭാര്യവേഷം കെട്ടാൻ പോകും. നാടൻ ഭാഷയിൽ പറഞ്ഞ തേവടിശി. അനാവശ്യം പറയരുത്. അമ്മച്ചയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? അവൾ വരുമ്പം ചോദിക്കേ, സിംഗപ്പൂരിൽ നിന്ന് ഒരു മുഹമ്മദ് അലി വന്നെന്ന് പറ. സണ്ണിച്ചായനെ അന്വേഷിച്ച് കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിരുന്നു. ഒരു മുഹമ്മദ് അലിയുടെ കൂടെ. എന്തൊക്കെയോ അനാവശ്യങ്ങളും പറഞ്ഞു. ആരാ അയാള്? മോനെ, മോനെ, നീ നിന്റെ പെറ്റ തള്ളിയോടെങ്കിലും സത്യം പറ. ആ എംബോക്കികൾ നിന്റെ ഭാര്യയെ കുറിച്ചും നിന്നെ കുറിച്ചും പറഞ്ഞത് സത്യമാണോ? സത്യമാണോടാ? എടാ, അവര് പറഞ്ഞതൊക്കെ സത്യമാണോന്ന്? മോളെ, നീയെങ്കിലും എന്നോട് പറ. അവര് നിന്റെ ആരാ? കർത്താവിനെ വിചാരിച്ച സത്യം പറ. പറ. സത്യമാണ്. സത്യമാണ് അമ്മച്ചി. അവര് പറഞ്ഞത് മുഴുവൻ സത്യമാണ്. ഇടവകക്കാരെയും കർത്താവോടെ തമ്പുരാനെയും എല്ലാം നിങ്ങള്. അമ്മച്ചി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. വേണ്ട, നീ ഒന്നും പറയണ്ട. എനിക്കൊന്നും കേൾക്കണ്ട. നീ എന്നെ ഒന്ന് കൊന്നു തരുമോ? ഞാൻ പോവാ എവിടേക്കെങ്കിലും. എനിക്കാരുമില്ല, മക്കളുമില്ല, മരുമക്കളുമില്ല. തുടരുതന്നെ. ഇങ്ങനൊരു മോൻ എനിക്കില്ല. ഇങ്ങനൊരു മോൻ എനിക്കില്ല.